ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ ഏകദേശം 3 മാസത്തിലേറെയായി നമ്മുടെ അസ്മാക്ക് ഫാമിലി സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അടച്ചിട്ടിട്ട്. ഇപ്പോൾ ഇന്ന് മെയ് 18-ാം തീയതി റീ ഓപ്പൺ ആണല്ലോ. അതെ. അപ്പോൾ ഈ 3 മാസം ഇങ്ങനെ അടച്ചിടാനുള്ള ആ ഒരു കാരണം എന്താണ് ചേട്ടാ? 3 മാസം അടച്ചിട്ട് അതിന് ഞാനും എൻ്റെ സ്ഥാപനവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്തൊരു കേസും പറഞ്ഞിട്ടാണ്. അതായത് ഫെബ്രുവരി 16-ാം തീയതി 15-ാം തീയതി രാത്രി കൊല്ലത്ത് നിലമേലുള്ള ഒരു 6 പേര് വരികയും അതിൽ നിന്ന് 2 പേർക്ക് മരണം സംഭവിക്കുകയും ചെയ്തിരുന്നു. അത് പത്രക്കാരും ബാക്കിയുള്ള ആൾക്കാരൊക്കെ അത് എൻ്റെ കടയിൽ നിന്ന് ഫുഡ് കഴിച്ചതിൽ നിന്നും ഫുഡ് പോയ്സൺ ആണെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ചാനലുകാരൊക്കെ പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ ഫുഡ് സേഫ്റ്റിക്കാർ വന്ന് കട അടച്ചിടണമെന്ന് പറഞ്ഞു കട അടച്ചു. അപ്പം രാത്രി 3 മണിക്ക് അടച്ചു പോയ കടയാണ്. രാവിലെ 6:30 മണിയായപ്പം പോലീസ് ഇവിടുത്തെ സബ് ഇൻസ്പെക്ടർ വീട്ടിൽ വന്ന് കതവ് കൊട്ടി തുറന്നു കൊടുത്തപ്പോഴാണ് കടയിലെ ചാവി വേണമെന്ന് പറഞ്ഞ് എന്തിനെന്ന് ചോദിച്ചപ്പോൾ ഇങ്ങനെ 2 ആൾ മരിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കട തെളിവ് നശിപ്പിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് ചാവി കൊടുക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ ചാവി വാങ്ങിപ്പോയതാണ്. അല്ലാതെ ഈ ചാനലുകാർ പറഞ്ഞവരെ പൂർത്തി സീൽ വെച്ചതൊന്നുമല്ല. ചാവി മര്യാദയ്ക്ക് ചോദിച്ച് മര്യാദയ്ക്ക് കൊടുത്തു. അതിനുശേഷം അവരെല്ലാ ടെസ്റ്റുകളും നടന്നു. പോസ്റ്റ്മോർട്ടം, കെമിക്കൽ അനാലിസിസ്, അതായത് ആൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഫിഷറീസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് അവിടുത്തെ ചെക്കിങ്, ഒരു ടെസ്റ്റിലും ഫുഡ് പോയ്സണുമായിട്ടുള്ള ഒരു ബന്ധവുമില്ല. ഞാനും എൻ്റെ സ്ഥാപനവുമായിട്ടുള്ള ഒരു ബന്ധവും ഈ മരണമായിട്ടില്ല. അങ്ങനെ തെളിഞ്ഞതിൻ്റെ പേരിൽ എല്ലാ തെളിവുകളും അവരെ എല്ലാ റിപ്പോർട്ടും വന്നതിന് ശേഷമാണ് അതിന് 3 മാസം കഴിഞ്ഞിട്ട് എനിക്ക് കട തുറന്ന് പ്രവർത്തിക്കാനുള്ള NOC തരികയും കഴിഞ്ഞ ബുധനാഴ്ച 4:30 മണിക്ക് ശേഷമാണ് എനിക്ക് NOC കിട്ടിയത്. അതിനുശേഷം കടയൊക്കെ ഒന്ന് റീസെറ്റ് ചെയ്തു. ഇന്ന് 4 മണിക്ക് ശേഷം പടച്ചവൻ്റെ അനുഗ്രഹത്താൽ തുറക്കുകയാണ്. വീണ്ടും എൻ്റെ പഴയ കസ്റ്റമറൊക്കെ വരും എന്നുള്ള പ്രതീക്ഷ എനിക്ക് ഉണ്ട് തീർച്ചയായും. ചേട്ടാ ഇപ്പം നമ്മുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൊക്കെ നമ്മുടെ മെറൈൻ ടോക്സിൻ എന്നാണ് പറഞ്ഞിട്ടല്ലേ വന്നിട്ടുള്ളത്? മെറൈൻ ടോക്സിൻ എന്ന് നിഗമനം മാത്രമേ ഉള്ളൂ. അതിനകത്ത് ഒരു മെറൈൻ ടോക്സിൻ ആണെന്ന് ഡെഫിനറ്റ് ആയിട്ട് പറയണില്ല. അവരിങ്ങനെ നിഗമനം എന്നേ പറയുന്നുള്ളൂ. അപ്പം ഞാൻ തിരിച്ച് ചോദിച്ചു, മെറൈൻ ടോക്സിൻ എന്നുള്ളത് കേരളത്തിൽ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ മെറൈൻ ടോക്സിൻ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതിനുള്ള സംവിധാനം നമ്മളെ കേരളത്തിനോ ഇന്ത്യയിലോ ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ പിന്നെ ഇതെങ്ങനെ മെറൈൻ ടോക്സിൻ എന്നാണ് നിഗമനമാണ്, ഒരു റിപ്പോർട്ടിൽ പറയണില്ല. ചേട്ടാ ഇപ്പോൾ ഏകദേശം 1.5 മാസത്തിൽ കൂടുതലായല്ലോ ഈ ഒരു റിപ്പോർട്ട് വന്നിട്ട്. അപ്പം ചേട്ടാ എന്താ ഈ 1.5 മാസമായിട്ട് കട ഓപ്പൺ ചെയ്യാത്ത എന്താ? എനിക്ക് റിപ്പോർട്ട് പുറത്ത് വന്നെങ്കിലും പത്രമാധ്യമം കൂടെയാണ് റിപ്പോർട്ട് പുറത്ത് വന്നതായിട്ട് ഞാൻ അറിയണം. എനിക്ക് ഔദ്യോഗികമായിട്ട് തുറക്കാനുള്ള NOC തന്നില്ല. പല പ്രാവശ്യവും ഞാൻ ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പോലീസ് പറഞ്ഞ് നമുക്ക് ഇതിനായിട്ട് കേസൊന്നുമില്ല, വിഴിഞ്ഞ സ്റ്റേഷനിൽ കിട്ടിയത്. പിന്നെ ബാക്കി കോർപ്പറേഷൻ പ്രശ്നമില്ലായിരുന്നു. ഫുഡ് സേഫ്റ്റിക്കാരാണ് ഇതിൻ്റെ NOC തരേണ്ടത്. യഥാർത്ഥത്തിൽ ഫുഡ് സേഫ്റ്റിക്കാർ NOC തരുന്നത് വൈകിയത് ഞാൻ അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് സേഫ്റ്റി കമ്മീഷണർ IAS ഒരു മാഡം ഉണ്ടായിരുന്നു. അവർ ഇലക്ഷൻ വർക്കിന് വേണ്ടി വെസ്റ്റ് ബംഗാളിൽ പോയതുകൊണ്ട് അവർ വന്നില്ലാതെ ഇത് NOC തരാൻ പറ്റില്ല. കാരണം അവർ ഈ നാട്ടിലുള്ള സമയത്താണ് ഈ സംഭവം നടന്നത്. അപ്പോൾ അവർ കൈകാര്യം ചെയ്തൊരു കേസ് ആയതുകൊണ്ടും പിന്നെ അവർ സിഗ്നേച്ചർ അത്യാവശ്യമായതുകൊണ്ടും അവർ വന്നാലേ തരുമെന്നാണ് പറഞ്ഞത്. ഇലക്ഷൻ കഴിഞ്ഞ് വരുമെന്ന് പറഞ്ഞു. ഇലക്ഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫുഡ് സേഫ്റ്റി തിരക്കിയപ്പോൾ ആ മാഡം വരുന്നത് വീണ്ടും ലേറ്റാവും. പിന്നെ താൽക്കാലികമായിട്ട് ചുമതലയേറ്റ IAS ഓഫീസർ ആ സാറാണ് ഇപ്പോൾ പെർമിഷൻ തരാൻ വേണ്ടി ഓർഡർ കൊടുക്കുകയും എനിക്ക് ഓർഡറായിട്ട് കഴിഞ്ഞ ബുധനാഴ്ച കൈ കിട്ടുകയും ചെയ്തത്. ഓക്കെ ചേട്ടാ, ഏതായാലും അസ്മാക്ക് എന്നുള്ള ഈ ഒരു സീ ഫുഡ് റെസ്റ്റോറന്റ് സ്നേഹിക്കുന്ന ഒരുപാട് നമ്മുടെ കസ്റ്റമേഴ്സ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടി ചേട്ടൻ എന്താ പറയാനുള്ളത്? ഇല്ല, അതിനുവേണ്ടി അവർക്ക് എൻ്റെ കസ്റ്റമറിന് ഞാൻ തുടങ്ങിയ 4 കൊല്ലം കൊണ്ട് ഈ ഏരിയയിലെ ഏറ്റവും ബെസ്റ്റ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് അവർക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്ന് ജീവനോടെ ഉണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണക്കാർ എൻ്റെ സ്നേഹനിധിയായ കസ്റ്റമറാണ്. കാരണം ഈ സോഷ്യൽ മീഡിയ വഴിയും ചാനൽ വഴിയും എന്നെ ഇങ്ങനെ അപകീർത്തിപ്പെടുത്തിയപ്പോൾ എനിക്ക് താങ്ങും തണലാകുന്നവൻ്റെ കസ്റ്റമറാണ്. അവരെ സപ്പോർട്ടാണ്. ആ സപ്പോർട്ട് കൊണ്ട് തന്നെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഇത് തുറക്കുന്നതും. എൻ്റെ ആ വിശ്വാസമാണ് ഞാൻ കാത്തു സൂക്ഷിക്കുന്നതും. ഇത് മുമ്പോട്ട് പോകുന്നുള്ള ആ ഉദ്ദേശം. എൻ്റെ കസ്റ്റമർ തന്നെയാണ് എൻ്റെ സപ്പോർട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ചേട്ടൻ പറഞ്ഞ കാര്യമൊക്കെ നമ്മുടെ അസ്മാക്കിൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സൊക്കെ അറിഞ്ഞു കാണും. അപ്പോൾ മെയ് 18-ാം തീയതി നമ്മുടെ അസ്മാക്ക് റീ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നേരത്തെ വന്ന് നിങ്ങൾ കഴിച്ച അതേ ഫുഡ് പോലെ തന്നെയാണ്, അതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് തന്നെയാണ് നമുക്ക് ഇനി കൊടുക്കാൻ പറ്റുന്നത്. തീർച്ചയായും അതൊക്കെയാണ് നമ്മൾ കുറച്ചുകൂടെ ഈ അനുഭവത്തിൽ നിന്നും പാഠം ഉൾക്കൊണ്ടുകൊണ്ട് കുറേ വൃത്തിയും വെടുപ്പും അതൊക്കെയാണ് ക്വാളിറ്റിക്ക് കോംപ്രമൈസ് ഒന്നും ഇല്ലായിരുന്നു ഇതുവരെ. അതിൽ കഴിച്ച കസ്റ്റമർക്ക് മൊത്തം അറിയാം. അത് തന്നെയാണ് ഈ ഏരിയയിൽ ഇത്രയും വലിയ ഒരു സംവിധാനം ഒരുക്കാനും ഇത്രയും ഏരിയ ഇത്രയും ചെയർ ഉണ്ടായിട്ടും ഇത്രയും ടേബിൾ ഉണ്ടായിട്ടും ശനി ഞായർ ദിവസങ്ങളിലും വേറെ വിശേഷ ദിവസങ്ങളിലൊക്കെ ആളുകളെ വെയിറ്റ് ചെയ്തിട്ടാണ് സീറ്റ് കൊടുക്കുക.
അത്രയും കസ്റ്റമർ എനിക്കുണ്ട്. ആ കസ്റ്റമർ വീണ്ടും വരുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ആ വിശ്വാസത്തിന്റെ വിളിച്ചിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ ചേട്ടാ, ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷമേ ഇങ്ങനെ നമ്മുടെ ഈ പഴയ കസ്റ്റമറൊക്കെ ചേട്ടനെ വിളിച്ചിരുന്നു? ഒരുപാട് ഇന്ന് വരെ ഒരു 10-25 കസ്റ്റമറിന് വിളിക്കാത്ത ദിവസമില്ല. റിപ്പോർട്ട് വന്നല്ലോ, എന്തുകൊണ്ട് തുറക്കണില്ല, ഞങ്ങൾ വെയിറ്റിങ്ങിലാണ്. നിങ്ങൾ അതേ തുടക്കത്തിലെ എന്നെ വിളിച്ച് സമാധാനിപ്പിച്ചതൊക്കെ അവരൊക്കെയാണ്. ഞങ്ങൾക്കറിയാം ഈ കടയിൽ ഇങ്ങനെ സംവിധാനം ഉണ്ടാവില്ല, ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല, നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക. ഇങ്ങനെ അന്ന് തന്നെ ഒരു 600-840 കസ്റ്റമർ എൻ്റെ കണക്കനുസരിച്ച് കഴിച്ചതാണ്. അപ്പോൾ അവർക്കൊന്നും ഈ പ്രശ്നമില്ല. ഒരേ ഫുഡ് തന്നെയാണ് അവരെല്ലാവർക്കും കൊടുത്തത്. ഈ ടേബിളിൽ തന്നെ 6 പേരുണ്ടായിരുന്നു, അതിൽ 2 കൊച്ചുങ്ങളുണ്ടായിരുന്നു. അപ്പം ഈ ഫുഡിൽ നിന്നാണെങ്കിൽ ആദ്യം എഫക്റ്റ് ചെയ്യേണ്ടത് കൊച്ചുങ്ങൾക്കാണ്. അപ്പം ഈ 6 പേരിൽ 2 പേർക്കാണ് ഇത് എഫക്റ്റ് ചെയ്തത്. അത് കൂടെ വന്ന ആളും അവർ അന്ന് പോലീസിൻ്റെ മൊഴിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് സീ ഫുഡ് അലർജി ഉണ്ടെന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാരണം. ഓക്കെ ചേട്ടാ, അപ്പൊ എന്തായാലും ഞാനും ഒന്ന് ചേട്ടന് നന്ദി പറഞ്ഞുകൊള്ളുന്നു. നമ്മുടെ എന്റെ പ്രാർത്ഥന മാത്രമല്ല, ചേട്ടന്റെ കസ്റ്റമേഴ്സിന്റെ നാട്ടുകാരുടെ എല്ലാ പ്രാർത്ഥനയും ചേട്ടൻ ഉണ്ടായിരിക്കും കേട്ടോ.